എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് EVS എക്സാമിന് എന്തൊക്കെ പഠിക്കണം എന്നാ. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 40 എടുത്തോ. മൈസെൽഫ് പഠിച്ചു തീർക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് നിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നെയിമിന്റെ സ്പെല്ലിംഗ് കറക്റ്റിന് പഠിച്ചു വെക്കാം. നിങ്ങളുടെ പേര് എന്താണോ ആ പേരിന്റെ സ്പെല്ലിംഗ് ലെറ്റേഴ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ ഏജ് 5 ഏജ് ഉള്ളവരുണ്ടാവും, 6 ഏജ് ഉള്ളവരുണ്ടാവും. അപ്പൊ ആ നമ്പർ നെയിമിന്റെ സ്പെല്ലിംഗും ഒന്ന് പഠിച്ചു വെക്കാം. ഇവിടെ നോക്കിക്കേ, മൈ നെയിം ഈസ്. എക്സാമിന് ചോദിക്കുകയാണെ മൈ നെയിം ഈസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നെയിം എഴുതണം. അപ്പൊ സ്പെല്ലിംഗ് പഠിച്ചു വെക്കാം. ഓക്കെ, നിങ്ങൾ നെയിം എന്താണോ അതിന്റെ സ്പെല്ലിംഗ് പഠിക്കുക. എക്സാമിന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ പേര് എഴുതാം. ഓക്കെ, ചോദിക്കുകയാണ് ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. നിങ്ങളുടെ ഏജ് എത്രയാ? 5 ആണെങ്കിൽ FIVE എന്ന് എഴുതാം. 6 ആണെങ്കിൽ SIX, 6 years old. ഓക്കെ, നിങ്ങളുടെ നെയിമിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഏജ് അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വയ്ക്കുക. ഇത് ചോദിക്കുകയാണ് ഐ ആം ഇൻ. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG. അത് എഴുതാൻ എളുപ്പമാണ്, UKG. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതിക്കൂടെ? നിങ്ങൾ എല്ലാവരും നെയിമിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഏജ് എത്രയാണോ അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. പിന്നെ UKG എല്ലാവർക്കും എഴുതാൻ കഴിയില്ല, UKG ലെറ്റേഴ്സ് എഴുതുക. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? മൈ സ്കൂൾ, മൈ ക്ലാസ് റൂം. ഈ ചാപ്റ്റേഴ്സ് ഒന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നില്ല, പക്ഷെ നിങ്ങൾ അത് പഠിച്ചു വെക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? ഫ്രൂട്ട്സ്. എന്ത് പഠിച്ചു? ഫ്രൂട്ട്സ് നമ്മൾ 6 ഫ്രൂട്ട്സ് പഠിച്ചു അല്ലെ. ഇതില് ഗ്രേപ്സ്, മാംഗോ, ബനാന, ഈ 3 ഫ്രൂട്ട്സിന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഗ്രേപ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? G. മാംഗോന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? M. ബനാനയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ? B. ഫസ്റ്റ് ലെറ്റർ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഗ്രേപ്സ്, മാംഗോ, ബനാന ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ എക്സാമിന് ചോദിക്കുകയാണ് ഈ ഫ്രൂട്ട്സിന്റെ പിക്ചർ ഒക്കെ കൊടുത്തിട്ട് ചോദിക്കുകയാണ് കിങ് ഓഫ് ഫ്രൂട്ട്സ്, കിങ് ഓഫ് ഫ്രൂട്ട്സ്. അപ്പൊ നിങ്ങൾ ഏത് ഫ്രൂട്ട് റൗണ്ട് ചെയ്യണം? ഇതിൽ കിങ് ഓഫ് ഫ്രൂട്ട് ഏതാ? മാംഗോ. അപ്പൊ മാംഗോ പിക്ചർ റൗണ്ട് ചെയ്യാം. ചോദിക്കുകയാണ് നാഷണൽ ഫ്രൂട്ട്, നാഷണൽ ഫ്രൂട്ട്. ഇങ്ങനെ പിക്ചർ കൊടുത്തിട്ടേ നാഷണൽ ഫ്രൂട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് സർക്കിൾ ചെയ്യാ? മാംഗോ. ഓക്കെ, കിങ് ഓഫ് ഫ്രൂട്ട്സും നാഷണൽ ഫ്രൂട്ടും മാംഗോ ആണ്. ഓക്കെ, അപ്പോ അത് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ എന്ത് പഠിച്ചു? വെജിറ്റബിൾസ്. വെരി ഗുഡ്. നമ്മള് 6 വെജിറ്റബിൾസിന്റെ നെയിംസ് പഠിച്ചു അല്ലെ. ഇതില് അനിയൻ, ബീൻസ്, ബീട്രൂട്ട്, ക്യാരറ്റ്. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ഓർത്ത് വെക്കാം. അനിയന്റെ ഫസ്റ്റ് ലെറ്റർ O, ബീൻസിന്റെ ഫസ്റ്റ് ലെറ്റർ B, ബീട്രൂട്ടിന്റെ ഫസ്റ്റ് ലെറ്റർ B, ക്യാരറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ C. ഈ 4 വെജിറ്റബിൾസിന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? ഫ്ലവേഴ്സ്. എന്ത് പഠിച്ചു? ഫ്ലവേഴ്സ്. ഓക്കെ, നമ്മള് 5 ഫ്ലവേഴ്സ് പഠിച്ചു അല്ലെ. ഇതില് ഫ്ലവേഴ്സിന്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണേ നാഷണൽ ഫ്ലവർ, നാഷണൽ ഫ്ലവർ, നാഷണൽ ഫ്ലവർ ഇതിൽ ഏതാ? ലോട്ടസ്. അപ്പൊ ലോട്ടസ് സർക്കിൾ ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിക്കുകയാണേ ഇതിന്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ട് ചോദിക്കുകയാണേ ഗ്രോസ് ഇൻ വാട്ടർ, ഗ്രോസ് ഇൻ വാട്ടർ. ഇതിൽ ഏതാണ് ഗ്രോസ് ഇൻ വാട്ടർ? ലോട്ടസ്. നാഷണൽ ഫ്ലവറും ലോട്ടസ് ആണ്, ഗ്രോസ് ഇൻ വാട്ടറും ലോട്ടസ് ആണ്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോട്ടസ് സർക്കിൾ ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? ബേർഡ്സ്. എന്ത് പഠിച്ചു? ബേർഡ്സ്. നമ്മള് 5 ബേർഡ്സിന്റെ നെയിംസ് പഠിച്ചു, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇതിന് ചോദിക്കുകയാണ് ഈ ബേർഡ്സിന്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ട് ചോദിക്കുകയാണ് ടോക്കിംഗ് ബേർഡ്, ടോക്കിംഗ് ബേർഡ്. ഇതിൽ ഏതാണ് ടോക്കിംഗ് ബേർഡ്? സംസാരിക്കുന്ന ബേർഡ് ഇതിൽ ഏതാണ്? പാരറ്റ്. അപ്പൊ പാരറ്റ് സർക്കിൾ ചെയ്യാം. പിന്നെ ഇതിന്റെ ഒക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ട് ചോദിക്കുകയാണ് നാഷണൽ ബേർഡ്, നാഷണൽ ബേർഡ് പീകോക്ക്, നാഷണൽ ബേർഡ് പീകോക്ക്. അപ്പൊ പീകോക്ക് സർക്കിൾ ചെയ്യാം. ടോക്കിംഗ് ബേർഡ് ചോദിക്കുമ്പോ പാരറ്റ് സർക്കിൾ ചെയ്യാം. നാഷണൽ ബേർഡ് ചോദിക്കുമ്പോ പീകോക്ക് സർക്കിൾ ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അനിമൽ വേൾഡ്. ഇതില് പെറ്റ് അനിമൽസും പഠിച്ചിട്ടുണ്ട്, വൈൽഡ് അനിമൽസും പഠിച്ചിട്ടുണ്ട്. കാറ്റ്, കൗ, ഡോഗ്. ഇത് 3 പെറ്റ് അനിമൽസ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. ലയൺ, ടൈഗർ, എലഫന്റ് നമ്മൾ വീട്ടിൽ വളർത്തോ? ഇല്ല, ഇതൊക്കെ എന്താണ്? വൈൽഡ് അനിമൽസ് ആണ്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയാണ് കാറ്റ്, കൗ, ഡോഗ്, എലഫന്റ്. ഇതിന്റെ പിക്ചർ ഈ 4
ആനിമൽസിന്റെ പിക്ചർ കൊടുത്തത് ഇതില് ഓഡ് വൺ ഒറ്റപ്പെട്ട ആള് കണ്ടെത്താൻ പറയാണ്. ഇതിൽ ഒറ്റപ്പെട്ട ആളായിരിക്കും കാറ്റ്, കൗ, ഡോഗ്, എലഫന്റ്. ഇതിൽ ഒറ്റപ്പെട്ട ആൾ ആരാണ്? എലഫന്റ്. കാരണം എന്താ? ഇത് മൂന്നെണ്ണം പെറ്റ് അനിമലാണ്. എലഫന്റ് മാത്രമുള്ളതിൽ വൈൽഡ് അനിമൽ. ഓഡ് വൺ ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് എഴുതിക്കൂടെ? ഓക്കെ. പിന്നെ ഇതിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇതിന്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ട് ചോദിക്കാണ്. കിങ് ഓഫ് ഫോറസ്റ്റ്, കിങ് ഓഫ് ഫോറസ്റ്റ്. ഇതിന്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ട് ചോദിക്കാണ്. കിങ് ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റിലെ കിങ് രാജാവ് ആരാണ്? ലയൺ. അപ്പോൾ ലയൺ സർക്കിൾ ചെയ്യാം. ഓക്കെ. കിങ് ഓഫ് ഫോറസ്റ്റ് ചോദിച്ചാൽ ലയൺ സർക്കിൾ ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിനൊക്കെ പിക്ചർ കൊടുത്തിട്ട് ചോദിക്കാണ്. ഗാർഡ്സ് അവർ ഹൗസ്, ഗാർഡ്സ് അവർ ഹൗസ്. നമ്മളെ വീട്ടിലെ കാവൽക്കാരൻ. വീട്ടിലെ കാവൽക്കാരൻ ആരാ? ഡോഗ്. ഡോഗിന്റെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് സർക്കിൾ ചെയ്യാൻ കഴിയൂലേ? ഓക്കെ. അപ്പൊ ഇതില് കിങ് ഓഫ് ഫോറസ്റ്റ് ലയൺ പഠിച്ചു വെക്കുക. പിന്നെ ഗാർഡ്സ് അവർ ഹൗസ് നമ്മുടെ വീട്ടിലെ കാവൽക്കാരൻ ഡോഗ്. പിക്ചർ കൊടുത്താൽ നിങ്ങൾ സർക്കിൾ ചെയ്യാൻ കഴിയൂലേ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫാമിലി, സ്മോൾ ഫാമിലി, ബിഗ് ഫാമിലി, ജോയിന്റ് ഫാമിലി. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ. പിന്നെ എന്ത് പഠിച്ചു? ബോഡി പാർട്സ്. എന്ത് പഠിച്ചു? ബോഡി പാർട്സ്. ഓക്കെ. ഈ ഭാഗത്തു നിന്ന് എന്തായാലും എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇത് ഇവിടെ കണ്ടോ? സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസ് മാച്ചിങ്ങിന് ചോദിക്കാറുണ്ട്. ഇതിങ്ങനെ മാച്ചിങ്ങിനാണ് ചോദിക്കാറ്. ഓക്കെ. അപ്പോൾ അത് കറക്റ്റിന് മാച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾ. പിന്നെ ചോദിക്കാണ് ഐ, നോസ്, ഇയർ, ലെഗ്. ബോഡി പാർട്സിന്റെ പിക്ചർ കൊടുത്ത് അതിൽ ഓഡ് വൺ കണ്ടെത്താൻ പറയാണ്. ഐ, നോസ്, ഇയർ, ലെഗ്. അതിലേതാണ് ഒറ്റപ്പെട്ടത്? ഒറ്റപ്പെട്ട ബോഡി പാർട്ട് ഏതാ? ലെഗ്. കാരണം ബാക്കി മൂന്നെണ്ണം സെൻസ് ഓർഗൻസ് ആണ്. ഐ, നോസ്, ഇയർ അത് സെൻസ് ഓർഗൻസ് ആണ്. ലെഗ് സെൻസ് ഓർഗൻ ആണോ? അല്ല. അപ്പോൾ ലെഗ് സർക്കിൾ ചെയ്യാം. ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ എന്ത് പഠിച്ചു? അവർ ഹൗസ്, മൈ സ്വീറ്റ് ഹൗസ്. ഇതൊന്നും എക്സാമിന് ചോദിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ. എല്ലാവർക്കും EVS എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയിട്ട് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.